ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണേ. ഇത് ഈ സാധനം എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഞാൻ അതിനകത്ത് എഴുതിയിരിക്കണം SW520D. ഇതിനകത്തും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, SW520D. ഇതൊരു 2 ടെർമിനലുള്ള ഡിവൈസാണ്. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു 2 ടെർമിനൽ ഡിവൈസാണ്, നോട്ട് ഡിവൈസ്, ഇറ്റ്സ് എ കോമ്പണൻറ്റ്. ഇതൊരു 2 ടെർമിനലുള്ള കോമ്പണൻ്റ്. ഒരു കപ്പാസിറ്റർ പോലെയാണ് ഇരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് കപ്പാസിറ്റർ ആണ് എന്നാണ് തോന്നുന്നതെങ്കിൽ പക്ഷേ നിങ്ങളുടെ ഊഹം തെറ്റാണ്. കപ്പാസിറ്റർ അല്ല. കപ്പാസിറ്ററിൻ്റെ ലീഡ് പോലെ നല്ലതാണ്, അതായത് ഒരു 10 MFT കപ്പാസിറ്റർ പോലെ ഇരിക്കും. പക്ഷേ ഇത് കപ്പാസിറ്റർ അല്ല. ഇതിൻ്റെ പേരാണ് ടിൽറ്റ് സ്വിച്ച്. ടിൽറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ കുലുക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു സാധനം കിടന്ന് കുലുങ്ങണത്. ഇതിൻ്റെ കൂടിയ ഇതുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളത്. അതിനകത്ത് പക്ഷേ ഈ സൗണ്ട് കേൾക്കില്ല. അതിനകത്ത് ഇരിക്കുന്നത് മെർക്കുറിയാണ് അവർ വെച്ചേക്കുന്നത്. കാരണം ഇതിനകത്ത് സ്റ്റീൽ ബോളാണ് ഇട്ടേക്കുന്നത്. അതായത് 2 ടെർമിനൽ ഈ എഡ്ജിലുണ്ട്, ഇതിനകത്ത് സ്റ്റീൽ ബോൾ ഇട്ടേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതായത് ലീഡ് മുകളിലായിട്ട് ആണ് പിടിക്കണമെങ്കിൽ ഇതിനകത്ത് ഈ 2 ടെർമിനൽ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും കാണില്ല. പക്ഷേ ഇങ്ങനെ ചരിച്ചാൽ ഈ 2 ലീഡ് തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ടിൽറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ചരിക്കുമ്പം ഓൺ ആവുകയും ഇങ്ങനെ നേരെ ആകുമ്പം ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സ്വിച്ചാണിത്. അപ്പം ഇതിൻ്റെ യൂസേജ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ തെഫ്റ്റ് അലാറത്തിലാണ്. തെഫ്റ്റ് അലാറം, പിന്നെ വേറെ ടിൽറ്റ്, എവിടെയെങ്കിലും ടിൽറ്റായാൽ സ്റ്റോപ്പ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടെന്ന് വെച്ചോ, മോട്ടർ വർക്ക് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഓഫ് ആവുന്ന കണ്ടീഷൻ. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും സെൻസർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. പിന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തെഫ്റ്റ് അലാറം നിങ്ങളുടെ ബാഗേജൊക്കെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗുണ്ട്, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സൈഡിൽ വെച്ചേക്കുകയാണ്. എന്നിട്ട് മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ അറിയില്ല. അപ്പോൾ ആ എടുത്തുകൊണ്ട് പോകുമ്പം, അതായത് ബാഗ് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് ആ പൊസിഷനിൽ നിന്നും മാറുകയാണെങ്കിൽ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞാൽ ഉടൻ തന്നെ അലാറം കേൾക്കുന്ന ഒരു സംവിധാനം ചെയ്താൽ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഒരു ടിൽറ്റ് സ്വിച്ചും ഒരു ടൈമറും ഒരു ബാറ്ററി മാത്രം മതി, പിന്നെ ഒരു ബസറും. അത് നമ്മൾ ഓഫ് ചെയ്യണത് വരെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് കള്ളന്മാർ ആ ബാഗ് ഇട്ടിട്ട് പോയിക്കോളും. അപ്പോൾ അങ്ങനത്തേക്ക് അതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം. പിന്നെ വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ടിൽറ്റ് സ്വിച്ച്. ഇത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമേ, ഇപ്പോഴല്ല. ഞാനിപ്പം പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് തോന്നി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരണമെന്ന്. അതിന് വേണ്ടിയാണ് ഇത് ടിൽറ്റ് സ്വിച്ച് ഈ ടൈപ്പ് മാത്രമല്ല, വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്. ഞാനിത് വാങ്ങിച്ചതാണ്, ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ഇതിന് ടിൽറ്റ് സ്വിച്ച് തന്നെയാണ്, കിളിങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് 3 ലീഡ്സ് ഉണ്ട്. ഇത് മറ്റേ ആർഡിനോയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് കാരണം ഇതിനകത്ത് ഞാൻ ഒന്നും കാണുന്നില്ല. ഒരു റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്റർ ഇതായിരിക്കണം റെസിസ്റ്റർ ഉണ്ട്. പിന്നെ വേറെ ഒന്നും കാണാനില്ല. ഇനി മാഗ്നറ്റിക് ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിനകത്തൊരു മാഗ്നറ്റിസം ആണോ ഉള്ളത്, അത് ഇവിടെ വല്ല സെൻസർ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇളക്കി നോക്കിയാലേ പറ്റുള്ളൂ. ഇതിനകത്ത് വേറെ ഒരു കോമ്പോണൻറ്റ് ഞാൻ കാണുന്നില്ല. എൻ്റെ നോളജിൽ ഒരു കോമ്പോണൻറ്റ് മാത്രമല്ല, ഇത് തമ്മിൽ കണ്ടിന്യൂറ്റി ഇല്ല. ഈ 2 സാധനം, ഇതാണ് നമ്മൾ ടിൽറ്റ് ചെയ്യണ സാധനം, അത് തമ്മിൽ കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷേ ഇതിനെ ടിൽറ്റ് സ്വിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് വലിയ നോളജ് ഇല്ല ഇതിനെപ്പറ്റി. ഞാൻ ഇനി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഈ സാധനം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇൻഫർമേഷൻ വിട്ടത്. ഇതൊരു ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വീഡിയോയിൽ വരുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി. പക്ഷേ ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യണ്ടല്ലോ, അത്രയും ടൈം എനിക്ക് ലാഭിക്കാമല്ലോ. നിങ്ങൾ പറഞ്ഞു തന്നാൽ ഏറ്റവും നല്ലത്. ഇത് വല്ല മാഗ്നറ്റിക് സെൻസറും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ലീഡ് ഞാൻ വിടർത്തുകയാണ്. പക്ഷേ ഞാൻ ലീഡ് വിടർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇതിൻ്റെ എഡ്ജിൽ നിന്ന് വിടർത്തരുത്. ഒരിക്കലും ഇതിൻ്റെ എഡ്ജിൽ നിന്ന് വിടർത്തല്ലേ, ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വിടർത്തുക. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാക്കേജിലാണ് ഇട്ടേക്കുന്നത്. എയർ ടൈറ്റും പിന്നെ ബ്ലാക്ക് ഇത് വെച്ചേക്കുന്നതിന് കാരണം സൺലൈറ്റ് കയറാതിരിക്കാനാണ്. അതായത് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സൺലൈറ്റൊക്കെ എയറും കയറി കഴിഞ്ഞാൽ ഫംഗസ് വരും. ഫംഗൽ വന്നു കഴിഞ്ഞാൽ ലീഡ്സ് കൊറോസീവ് ആവും. ഇത് വളരെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടച്ചിങ് സിസ്റ്റമാണ്. അതായത് ഈ ടെർമിനലിൽ ഈ സൈക്കിൾ ബോളില്ല, അല്ലെങ്കിൽ സ്റ്റീൽ ബോൾ അല്ലെങ്കിൽ ബെയറിംഗ് ബോൾ വന്ന് തട്ടുമ്പം വർക്ക് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ലെയർ, എന്തെങ്കിലും ഒരു ഓക്സൈഡ് ലെയർ വന്നാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല.
അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, ഇതിനെ വലിച്ച് ഊരി എടുത്തിട്ട് ഇത് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ബ്ലാക്ക് കവറും ഇട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു സാധനത്തിനകത്ത് വെച്ചേക്കണം. അപ്പം നമ്മൾ ലീഡിൻ്റെ എഡ്ജിൽ വെച്ച് നോക്കിയാൽ ഇതൊരു ഗ്ലാസ് ട്യൂബ് പോലത്തെ സാധനമാണ്. അപ്പോൾ ആ ഗ്ലാസ് ട്യൂബ് അതിൻ്റെ സൈഡിൽ വല്ല ക്രാക്കം വീഴുന്ന എയർ കയറി ഇതാവും, കൊറോസീവ് ആവും. അത് ഓക്സൈഡ് ഫോർമേഷൻ. ഞാനിതിനെ ഇപ്പോൾ കണ്ടിന്യൂറ്റി മോഡൽ ഇട്ടേക്കാണേ. ഇതാ തമ്മിൽ സൗണ്ട് കേൾക്കാമല്ലോ. ഇനി ഞാൻ ഈ ലീഡുകൾ തമ്മിൽ ഈ കണ്ടിന്യൂറ്റി മോഡൽ കണക്ട് ചെയ്യണം. ഉണ്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിപ്പോൾ ചരിച്ചാണ് വെച്ചേക്കുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഈ ബോൾ ഇതാ ഇവിടെ വന്നാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ ചരിക്കുമ്പോൾ നോക്കിയോ, കണ്ട ഈ ബോൾ ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം ഇത് വർക്ക് ചെയ്യുന്നു, സൗണ്ട് കേൾക്കുന്നു. ചരിച്ചാൽ പോയി, ചരിച്ചാൽ വർക്ക് ചെയ്യും, ചരിച്ചാൽ പോയി വർക്ക് ചെയ്യും, ചരിച്ചാൽ പോയി വർക്ക് ചെയ്യും. സോറി, ഇവിടുത്തെ കോണ്ടാക്റ്റ് വിട്ടു പോയതാണേ. കണ്ട വർക്ക് ചെയ്യണണ്ട. ഇങ്ങോട്ട് മാറ്റിയാൽ വർക്ക് ചെയ്യില്ല, അതൊക്കെ ചരിച്ചാൽ വർക്ക് ചെയ്യും, മാറ്റിയാൽ വർക്ക് ചെയ്യില്ല. അപ്പം അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം ഇത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അതിന് മുമ്പ് ഇതിനെപ്പറ്റിയും കുറച്ച് എനിക്ക് പഠിക്കാറുണ്ട്, ഇതെന്താണെന്ന്. അപ്പം രണ്ടും കൂടെ ചേർന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ നിന്നു. പക്ഷേ ഇപ്പോഴല്ല, പെട്ടെന്ന് ഇത് കണ്ടപ്പം ഞാനൊരു ഇൻഫർമേഷൻ തരാമെന്ന് തോന്നി. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഏറ്റവും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.